ഇപ്പൊ റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാ. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ ഇത് വരുമോ. സീരിയസ്ലി ആ കോമന്റില് ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീരിയൽ താരം ഗൗരി കൃഷ്ണയുടേതായിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടത്. ഇതിനെക്കുറിച്ച് നമ്മുടെ മെയിൻ ചാനലിനകത്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബൈറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു കമന്റ് ഇട്ട സ്ത്രീയോട് പുച്ഛമാണ് തോന്നുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് മേളിലോട്ടും പുക്കിളിന് താഴെയായിട്ട് എന്തോ ഒരു അമൂല്യമായിട്ടുള്ള വസ്തു കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവിയാണെന്നുള്ള തെറ്റായ ധാരണ. അതായത് നമ്മുടെ ഈ കസ്തൂരിമാനൊക്കെ കസ്തൂരി ഹോൾഡ് ചെയ്യുന്ന ഒരു സഞ്ചിയുണ്ട്, അത്തരത്തിൽ എന്തോ ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണെന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതിന് ഇന്നേ വരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മൾ 100% സാക്ഷരത പറയും, അതേപോലെ തന്നെ നവോത്ഥാനം പ്രസംഗിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള പഴയകാല കാഴ്ചപ്പാടുകൾ ഇന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തെ വീണ്ടും പിന്തുടരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബൈറ്റ്. നമ്മുടെ നാട്ടിൽ ധാരാളം വിധവകളുണ്ട്, അതേപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, അതുകൂടാതെ റേപ്പ് വിക്ടിംസ് ഉണ്ട്. ഇവർക്കൊക്കെ ഈ നാട്ടിൽ ഇനിയും ജീവിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതിനേക്കാൾ വലുതല്ലല്ലോ നമ്മുടെയൊക്കെ ഈ ചിന്താഗതികളും പഴയകാലത്തെ ഇടുങ്ങിയ മനോഭാവമൊക്കെ. അതൊക്കെ മാറ്റി വെക്കുന്ന സമയം കഴിഞ്ഞു. ഒരു സ്ത്രീ വിധവയായ ഉടനെ അവർ വെള്ള സാരിയും ചുറ്റി ഒട്ടും തൊടാതെ വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കണം. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. അതാണെങ്കിൽ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവര് ഒരുങ്ങിക്കെട്ട് നടക്കരുത്. അങ്ങനെ നടക്കുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണ്, അവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ മാറ്റി വെക്കുന്ന കാലം കഴിഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും ഇനിയും മുന്നോട്ട് ജീവിതമുണ്ട്, അത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതിനേക്കാൾ വലുതല്ല നിങ്ങൾ ആരും. നിങ്ങളുടെ ഒരു കമന്റ് കൊണ്ട് അവർക്കുണ്ടാകുന്ന ആ ഒരു ചെറിയ വിഷമം അത് എത്രത്തോളം വലുതാണെന്ന് അറിയണമെങ്കിൽ അത് നാളെ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരാൾക്കും ഉണ്ടാവണം. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ആ വേദന മനസ്സിലാകത്തുള്ളൂ. അതൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം ഒരുപക്ഷെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സ്വന്തം മകളാണ് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുന്നെങ്കിൽ അവളോടും പറയും, നിന്റെ ജീവിതം പോയില്ലേ, ഭർത്താവ് ഇട്ടിട്ട് പോയില്ലേ, നിനക്കിനി ഒരു ലൈഫ് ഉണ്ടോന്ന്. ഇവിടെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാണ്ട് ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്ന് സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്നുണ്ട്, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയാകുന്നുണ്ട്, നമ്മുടെ പോലീസ് സേനയിലുണ്ട്, നമ്മുടെ കളക്ടർമാരായിട്ടുണ്ട്, ഡോക്ടേഴ്സായിട്ടുണ്ട്, നേഴ്സുമാരായിട്ടുണ്ട്. അവർക്ക് ജീവിക്കാണ്ട് ധാരാളം സാധ്യതകൾ ഈ സമൂഹത്തിൽ ഇന്ന് തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീക്ക് പുരുഷൻ ഇല്ലാതെയും ജീവിക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ആദില നൂറ. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ല. അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് ചുറ്റുപാട്. എന്ന് വെച്ചുകൊണ്ട് നാളെ ഇവരാരും പോയി സ്വർഗാനുരാഗി ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് ഈ നാട്ടിൽ. ഇനിയിപ്പോ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യല്, വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്ത് ഒരു വിധവ ഉണ്ടെങ്കിൽ അവരെ കാണാണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുക. കാരണം നിങ്ങളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിൽ നടക്കുന്നത് മുഴുവൻ തെറ്റാണെന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്കിടയിൽ സ്പ്രെഡ് ആവും. നിങ്ങൾ ആ വിഷം വാരി ഈ സമൂഹത്തിലേക്ക് വിതറും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം തകർക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യ എന്നുണ്ടെങ്കിൽ ചെവിക്കകത്ത് ഉരുക്കി ഒഴിക്കുക, ഈ കണ്ണ് രണ്ടും വല്ലവർക്കും ദാനം ചെയ്യുക. അത് മാത്രമേ ഇതിനകത്തുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ബൈ.